ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീടിൻ്റെ റിനോവേഷൻ വർക്കുമായി ബന്ധപ്പെട്ട വീഡിയോയാണ് ഇതിലൂടെ ഇന്ന് നാം കാണിക്കാൻ പോകുന്നത്. ഈ വീടിൻ്റെ മുകൾ ഭാഗത്തുള്ള ഡൈനിങ് ഏരിയയിലെ വാതിൽക്കട്ടിൽ കേടുകൂടാതെ എടുക്കുകയും ഡൈനിങ് ഏരിയയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഈ ഓപ്പൺ ടെറസിൻ്റെ ഈ ഭാഗത്ത് ഈ വാതിൽക്കട്ടിൽ ഫിറ്റ് ചെയ്യുകയും അതിനുശേഷം ആ ഒരു ഏരിയ തേച്ച് ഫിനിഷ് ചെയ്യുകയും താഴെ ഭാഗത്തുള്ള ലിവിങ് ഏരിയയിലെ ബാത്റൂം പൊട്ടിച്ച് ഒഴിവാക്കുകയും ലിവിങ് ഏരിയ വലുപ്പം കൂട്ടുകയും ചെയ്യുക. പൊട്ടിച്ച് കളഞ്ഞ ചുമര് തേക്കുകയും അടിഭാഗം കോൺക്രീറ്റ് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്ന വീഡിയോയാണ് ഇതിലൂടെ ഇന്ന് നാം കാണിക്കാൻ പോകുന്നത്. ഈ ഡൈനിങ് ഏരിയയിലെ ഈ ഡോറ് എടുത്തു മാറ്റാനുള്ളതിൻ്റെ കാരണം, ഫസ്റ്റ് ടൈം ഈ ഒരു ഏരിയ കോണിക്കൂടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഡോർ ഇവിടെ വെച്ചത്. പിന്നെ റിനോവേഷൻ്റെ ഭാഗമായിട്ട് മുകളിലോട്ട് 2 റൂം എടുക്കുകയും ചെയ്തു. അടിയിൽ നിന്നും മുകളിലോട്ട് വരുമ്പോൾ എൻട്രി സ്പേസ് വളരെ കുറവായതുകൊണ്ടാണ് ഈ ഡോർ ഇവിടെ നിന്നും എടുത്തു മാറ്റുന്നത്. 90 സെൻറ്റിമീറ്റർ ആയിരുന്നു ഈ ഡോറിൻ്റെ വീതി. ഡോറ് മാറ്റിയതിന് ശേഷം 120 സെൻറ്റിമീറ്ററോളം വീതി കിട്ടിയിട്ടുണ്ട്. ഇനിയുള്ള വർക്ക് ഡോർ എടുത്തു മാറ്റിയ ബീമിൻ്റെ അടിഭാഗം തേച്ച് കൊടുക്കുകയും ചുമരിൻ്റെ 2 സൈഡ് ഭാഗവും തേച്ച് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഈ ഒരു ഏരിയയിലെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ബീമിൻ്റെ അടിഭാഗവും 2 സൈഡ് ഭാഗവും തേച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത വർക്ക് എന്നത്, ഫസ്റ്റ് നമ്മൾ കുത്തിയെടുത്ത വാതിൽ ഈ ഓപ്പൺ ഏരിയയിലേക്ക് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുക എന്നതാണ്. വാതിൽ കട്ടിലിൻ്റെ പിന്തലയ്ക്ക് വേണ്ടി ചുമര് 2 സൈഡും കുത്തി കൊടുത്തിട്ടുണ്ട്. വാതിൽ കട്ടിൽ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാതിൽക്കട്ടിലിൻ്റെ സൈഡിലായിട്ട് ചുമരിനോട് ബന്ധിച്ചാണ്ട് ക്ലാമ്പ് അടിച്ച് കൊടുക്കണം. എങ്കിലാണ് വാതിൽക്കട്ടിലിന് സേഫ്റ്റിയും ഉറപ്പും ഉണ്ടാവുക. ഇനി വാതിൽക്കട്ടിലിൽ ക്ലാമ്പ് വെക്കാൻ വേണ്ടിയിട്ട് ചുമർ ഭാഗം വെട്ടി കൊടുക്കുക. ഈ ഒരു സൈഡിൽ 2 ഭാഗത്തായിട്ടാണ് ക്ലാമ്പ് കൊടുക്കുന്നത്, ഒന്ന് മുകളിലും ഒന്ന് താഴ് ഭാഗത്തും. ഇനി 2 സൈഡിലും ക്ലാമ്പ് ഫിറ്റ് ചെയ്തതിന് ശേഷം ക്ലാമ്പിൻ്റെ ബലത്തിന് വേണ്ടിയിട്ട് കരിങ്കൽ പീസ് ഉപയോഗിച്ചിട്ടാണ് ക്ലാമ്പ് ഉറപ്പിക്കുന്നത്. ക്ലാമ്പ് ഫിറ്റ് ചെയ്തതിന് ശേഷം വാതിൽക്കട്ടിലിൻ്റെ ചുറ്റുഭാഗവും തേച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള അടുത്ത വർക്ക് എന്നത്, ഈ ഒരു ഏരിയ ഓപ്പൺ ടെറസിൻ്റെ ഏരിയ ആയതുകൊണ്ട് മഴ പെയ്യുമ്പോൾ വെള്ളം ഉള്ളിലോട്ട് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് വാതിൽക്കട്ടിലിൻ്റെ അടിഭാഗം 2 ഇഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെ ഈ മുകൾ ഭാഗത്തുള്ള ഡൈനിങ് ഏരിയയിലെ വാതിൽക്കട്ടിൽ ഈ സൈഡിൽ നിന്നും ഈ ഒരു സൈഡിലേക്ക് ഉഷാറായി മാറ്റി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള വർക്ക് എന്നത് ഈ വീടിൻ്റെ അടിഭാഗത്തെ ലിവിങ് ഏരിയയിലാണ്. സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്തായിട്ടാണ് കോമൺ ബാത്റൂം കൊടുത്തത്. ഈ ഒരു ബാത്റൂം ഇവിടെ നിന്നും നീക്കം ചെയ്താൽ ലിവിങ് ഏരിയയ്ക്ക് ഒന്നും കൂടി സ്പേസ് കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ നിന്നും ഈ ബാത്റൂം നീക്കം ചെയ്യാൻ കാരണം. ബാത്റൂമിൻ്റെ 2 സൈഡിലുള്ള ചുമര് പൊട്ടിച്ചു കൊടുക്കുകയും ഉൾഭാഗത്തുള്ള ടൈൽസ് മുഴുവനും നീക്കം ചെയ്യുകയും അതിനുശേഷം ഈ ഒരു ഏരിയ മുഴുവനായിട്ട് തേച്ച് കൊടുക്കുകയും ചെയ്തു.